ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അന്നേ ദിവസം ക്രിസ്മസ് ആഘോഷത്തിന് പകരം ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ജന്മദിന ആശംസകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും നിർബന്ധിക്കുന്ന അവസ്ഥയും വന്നുയർന്നിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ കരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടന്നാക്രമണത്തിന് വിധേയമാകുന്ന വലിയ പ്രശ്നമായിട്ട് ഇത് മാറുകയാണ്. സത്യം പറഞ്ഞാൽ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് നടത്തുന്ന ആഘോഷപൂർവമായ ഒരു പരിപാടിയാണ്. അതിനെപ്പോലും വർഗീയ കണ്ണുകൊണ്ട് നോക്കി കടന്നാക്രമണം നടത്തുന്ന സ്ഥിതിയാണ് ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ളത്. അതിൻ്റെ ചില പ്രതികരണങ്ങൾ കേരളത്തിൽ കൂടി ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങളാകെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി നടത്തുന്ന ഇത്തരം ആഘോഷ പരിപാടികളിൽ പങ്കുചേരുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയായിട്ട് വന്നുചേർന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രതീകാത്മകമായിട്ട് തന്നെയാണ്. ആ പ്രതീകാത്മകത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാണെന്ന് ലോകം കാണുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾ, അതിൻ്റെ ആശംസ സന്ദേശങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ ഒക്കെ നടക്കുകയാണ്. അതിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പുതുവത്സരം 2025 അവസാനിച്ച് 2026 കടക്കുകയാണ്. പ്രതികൂലമായ ലോക സാഹചര്യമാണ്. ആ സാഹചര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജനങ്ങളെ ആകെ ഒരു പുതിയ വർഷത്തിലേക്ക് നയിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ പുതുവത്സരാശംസകളും ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കൊപ്പം ചേർന്ന് നമ്മളും ആ പരിപാടിയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതീകാത്മകമായ ഒരു കാഴ്ചപ്പാട്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കെല്ലാം സമാധാനം. അതുകൊണ്ട് സന്മനസ്സും സമാധാനവും സന്മനസ്സുള്ളവർക്കെല്ലാം സമാധാനം കിട്ടുന്നില്ല. ക്രിസ്മസ് ശരി.